എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് എ ഫ്രീ ബോഡി ഡയഗ്രാം? ഒരു ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ ഉണ്ടാവുന്ന ഓൾ എക്സ്റ്റേണൽ ഫോഴ്സസ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മളൊരു ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ബ്ലോക്കിനെ നമ്മൾ തറയിൽ കൂടെ നമ്മുടെ ഫ്ലോറിൽ കൂടെ വലിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബ്ലോക്കിനെ വലിക്കുമ്പോഴത്തേക്കും ആ ഒരു ബ്ലോക്കിൽ എന്തൊക്കെ ഫോഴ്സസ് ആയിരിക്കും വരുന്നത്? എന്തൊക്കെ ഒരു ടെൻഷൻ വരുന്നുണ്ടാവും, ഫ്രിക്ഷൻ വരുന്നുണ്ടാവും അല്ലേ, അതേപോലെ അതിൻ്റെ സെൽഫ് വെയിറ്റ് ഉണ്ടാവും, ഇനി അഡീഷണൽ എന്തെങ്കിലും ഫോഴ്സ് അതിന് മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുണ്ടാവും. സോ അങ്ങനെയുള്ള എക്സ്റ്റേണൽ ആയിട്ട് അതിലേക്ക് വരുന്ന ഫോഴ്സസുകളെ എല്ലാം റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളൊരു ഫ്രീ ബോഡി ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനുള്ള ഗുണം എന്താണ്? ദാറ്റ് ഈസ് എങ്ങനെയാണ് ആ ഫോഴ്സസ് ആ ഒരു മൂവ്മെൻറ്റിനെ എങ്ങനെയാണ് ആ ഫോഴ്സ് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് അത് വെച്ചിട്ട് കുറേ ന്യൂട്ടൺസിൻ്റെ ലോസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം കൂടുതലായിട്ടും ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറേ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിരിക്കും, ഫോഴ്സസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ചോദിക്കുന്നത്. സോ അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ വരയ്ക്കുവാണെങ്കിൽ നമുക്കതൊക്കെ എളുപ്പത്തിൽ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ എന്തിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഒരു എക്സാമ്പിൾ ഒരു റിയൽ ലൈഫ് ഇമേജ് നോക്കി ഒരാൾ ഒരു ബ്ലോക്ക് വലിച്ചിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരാൻ ചാൻസ് ഉള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ ഉണ്ട്, ദെൻ അതിൻ്റെ സെൽഫ് വെയിറ്റ് ഇപ്പം ഗ്രാവിറ്റി ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്, ദെൻ അതിനകത്തൊരു നോർമൽ ഫോഴ്സസ് ഉണ്ട്, ഇനി അതല്ലാതെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സസ് ഉണ്ടാവുമെങ്കിൽ അതുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ടെൻഷനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫോഴ്സസ് ഇതിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ടാവും. സോ ഇതിനെ എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് ആ ഫോഴ്സിൻ്റെ ഇൻട്രാക്ഷൻസ് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ഫ്രീ ബോഡി ഡയഗ്രാം യൂസ് ചെയ്യാം. അതുപോലെ പിന്നുള്ളതാണ് അനാലിസിസ്. അപ്പം കറക്റ്റായിട്ട് ഇപ്പം ആ ഒരു ഫോഴ്സസ് ഏതൊക്കെ ഫോഴ്സസ് ആണ് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മോഷൻ അനാലിസിസ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ തൊട്ട് നമ്മൾ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ഫോം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനൊക്കെയായിട്ടാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത്. സോ ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഒരു ബ്ലോക്കിനെ വലിച്ചുകൊണ്ട് പോകുന്നതാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂഷ്വലി ഇതേപോലെ എന്തെങ്കിലും ഒരു പ്ലെയിൻ ഒരു ബോക്സിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പൊസിഷനിൽ മൂന്നോ നാലോ ബോളൊക്കെ ഇതേപോലെ ഉണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആയിരിക്കാം, അതിനകത്ത് ഇതേപോലെ ബ്ലോക്കോ അല്ലെങ്കിൽ ഇതേപോലെ ബോൾസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് യൂഷ്വലി വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഓരോ ബോഡീനെയും ഇപ്പോൾ ഇതൊരു ഫസ്റ്റ് ബോൾ ഇതൊരു സെക്കൻഡ് ബോൾ അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ബോഡീനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് ആ ഓരോ ഒബ്ജക്റ്റിനകത്തും അല്ലെങ്കിൽ ആ ഓരോ ബോഡിയിലും വരുന്ന ഫോഴ്സിനെ നമ്മൾ പ്ലോട്ട് ചെയ്യും. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതെ, ഇപ്പം ഞാനൊരു ബോഡീനെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന ഫോഴ്സസ് ഫസ്റ്റ് അതിനൊരു സെൽഫ് വെയിറ്റ് ഉണ്ടാവുമല്ലോ, ആ സെൽഫ് വെയിറ്റിനെ നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യണം. ദെൻ അത് കഴിഞ്ഞിട്ട് അതിനകത്തുണ്ടാവുന്ന എക്സ്റ്റേണൽ ഫോഴ്സ്, എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ആരെങ്കിലും പിടിച്ച് വലിക്കുവാണോ അതിനെ, അല്ലെങ്കിൽ അതിനകത്തുണ്ടാകുമ്പോൾ ചാൻസ് ഉള്ള ഫ്രിക്ഷൻ, ഏതെങ്കിലും പ്ലെയിനിൽ കൂടെ അത് ഉരുണ്ട് ഇറങ്ങുവാണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വരുന്ന എക്സ്റ്റേണൽ ഫോഴ്സസ് അത് നമ്മൾ മാർക്ക് ചെയ്യണം. ദെൻ ഇതിപ്പോൾ ഒരു പ്ലെയിനിലാണ് ഇരിക്കുന്നത് അല്ലേ, സോ ഈ ഒരു പ്ലെയിനുമായിട്ട് എൻ്റെ കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ അതിൻ്റെ കോൺടാക്ട് സർഫസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ രണ്ട് ബോഡികൾ തമ്മിൽ ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഒക്കെ ഒരു കോൺടാക്ട് പോയിന്റ്സ് ആണ്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ കോൺടാക്ട് പോയിന്റ്സിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് അവിടെ നമ്മൾ റിയാക്ഷൻസ് കൊടുക്കും. അതായത് ഈ ഒരു ബോഡി ഈ ഒരു പ്ലെയിനുമായിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ ഈ പ്ലെയിനിലേക്ക് ഒരു റിയാക്ഷൻ കൊടുക്കുന്നുണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു കോൺടാക്ട് സർഫസിനെ നമ്മൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ റിയാക്ഷൻസിനെ കാണിക്കണം. സോ ഇതാണ് 4 സ്റ്റെപ്സ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഫ്രീ ബോഡി ഡയഗ്രാം കിട്ടും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഫിഗർ നോക്കിയേ, ഈ ഫിഗറിൽ എങ്ങനെയാണ് നമ്മളൊരു രണ്ട് ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ഇടയിൽ ഒരു ബോൾ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ ഫിഗർ. ഇതിനൊരു ഫ്രീ ബോഡി ഡയഗ്രാം ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസൊലേറ്റ് ചെയ്യണം അല്ലെ, ഡ്രോ ദി ഐസൊലേറ്റഡ് ബോഡി എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഈ ബോഡീനെ മാത്രമായിട്ട് ഞാൻ എടുത്തു. ഇപ്പം ഇപ്പുറത്തോട്ടൊക്കെ വേറെ സാധനങ്ങൾ ഉണ്ടാവുമായിരിക്കും, അപ്പോൾ ഞാൻ ഈ ഒരു ബോളിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാണ്. സോ ആ ബോഡിനെ നമ്മൾ അതേപോലെ എടുത്ത് വെക്കുന്നു. ദെൻ നമ്മൾ പറഞ്ഞായിരുന്നു ഇതിൻ്റെ സെൽഫ് വെയിറ്റ് നമ്മൾ ആദ്യം കാണിക്കും. സോ സെൽഫ് വെയിറ്റ് W എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സെൽഫ് വെയിറ്റ് എപ്പോഴും ഗ്രാവിറ്റി ഡയറക്ഷനിലായിരിക്കും. സോ നമ്മൾ സെൽഫ് വെയിറ്റ് പ്ലോട്ട് ചെയ്യുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ വേറെ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ കേസൊന്നും പറഞ്ഞിട്ടില്ല, ഉണ്ട് എങ്കിൽ ആ എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കാണിക്കണം.
ഇനി നോക്കിയാൽ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ കോൺടാക്ട് സർഫസിനെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺടാക്ട് സർഫസിനെയാണ് നമ്മളൊരു ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ കോൺടാക്ട് സർഫസ് നമ്മളൊരു ഡോട്ടഡ് ലൈനായിട്ട് കാണിക്കുകയാണ്. സോ ഇത് എവിടേക്ക് കോൺടാക്ട് ഉണ്ടാവുന്നു അവിടേക്ക് എന്തുണ്ടാവും നമ്മൾ പറഞ്ഞു, റിയാക്ഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇപ്പോൾ ഇത് എ പോയിന്റ് ആണെങ്കിൽ ഈ പോയിന്റ് ഉണ്ടാകുന്ന റിയാക്ഷൻ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതേപോലെ റിയാക്ഷൻ ഉണ്ടാവും. അതുപോലെ ഇപ്പോഴത്തെ സർഫസ് എന്തുണ്ടാവും, അവിടെ ഒരു റിയാക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, സോ അപ്പോൾ എന്തൊക്കെയുണ്ട് ഇവിടെ, രണ്ട് റിയാക്ഷൻ RA-RB ഉണ്ട്, ഒരു സെൽഫ് വെയിറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ബോഡിയിൽ അല്ലെങ്കിൽ ഈ ഒരു ബോളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ റിയാക്ഷനും RA-RB ഒക്കെ നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ നോക്കി, ഒരു ബുക്ക്, ഒരു ടേബിൾ, ഒരു ബുക്ക് ഇരിക്കാന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ടേബിൾ ജസ്റ്റ് ഒരു ബുക്ക് ഇരിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഫോഴ്സസ് വരും, അതിൻ്റെ വെയിറ്റും വരും. ദെൻ എന്താണ്, ആ വെയിറ്റ് താഴേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു റിയാക്ഷൻ, അപ്വേർഡ് ഫോഴ്സ്, നോർമൽ ഫോഴ്സ്, റിയാക്ഷൻ മുകളിലേക്കും വരും അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബുക്കിനെ നോക്കുകയാണെങ്കിൽ ഇതേപോലെ ബ്ലോക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എന്ത് വരും, അതിൻ്റെ വെയിറ്റ് താഴേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്, അതേപോലെ അവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് മുകളിലേക്കായിരിക്കും, അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ് മുകളിലേക്കായിരിക്കും. അങ്ങനെ വന്നാൽ മാത്രമേ ആ ഒബ്ജക്റ്റ് ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഇതിനെ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുന്നത്. ഇനി ഒരു ബ്ലോക്ക്, ഇപ്പം നിങ്ങൾ ഫ്രിക്ഷനൊക്കെ പ്രോബ്ലത്തിലേക്കൊക്കെ വരുമ്പോൾ ഇതേപോലെ ഒരു ബ്ലോക്ക് ഇതേപോലെ ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ ഇരിക്കുകയെന്ന് വിചാരിക്കും. ഓക്കെ, ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ ഒരു ബ്ലോക്ക് ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ വെയിറ്റ് വരും. അപ്പം നമ്മൾ ആദ്യം ഒരു ബ്ലോക്കിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. ആ ബ്ലോക്ക് ഉണ്ട്, അതിൻ്റെ സർഫസ് ഇമാജിനറി സർഫസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ കോൺടാക്ട് സർഫസിനെ നമ്മൾ റിമൂവ് ചെയ്യാണ്, ജസ്റ്റ് ഡോട്ട് ലൈൻ ആയിട്ട് നമ്മൾ കാണിക്കുന്നു. ഇനി ഈ ബ്ലോക്കിന് സെൽഫ് വെയിറ്റ് ഉണ്ടാവും അല്ലേ. സോ സെൽഫ് വെയിറ്റ് നേരെ ഗ്രാവിറ്റി ഡയറക്ഷന് താഴേക്ക് ആക്ട് ചെയ്യും. പിന്നെ എന്തുണ്ടാവും, ഈ ഒരു കോൺടാക്ട് സർഫസിൽ റിയാക്ഷൻ വരും. അപ്പോൾ റിയാക്ഷൻ മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തോണം, റിയാക്ഷൻ പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ആംഗിൾ ഉണ്ടാവും. സോ ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മുടെ റിയാക്ഷൻ അവിടെ ആക്ട് ചെയ്യുന്നത്. പിന്നെ നോക്കി, ഈ ബ്ലോക്കിന് താഴേക്ക് വീഴുകയാണ്. ഇപ്പോൾ ഇൻക്ലൈൻഡ് സർഫസ് ആണ്, അപ്പോൾ എന്തായാലും താഴേക്കായിരിക്കില്ല അത് വീഴാൻ ചാൻസ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ടാവും, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഫിഗറിൽ വരുന്നത്. ഇവിടെ വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല എങ്കിൽ ഇത്രയും ഫോഴ്സ് ആണ് വരുന്നത്. വെയിറ്റ് ഉണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, റിയാക്ഷൻ ഉണ്ട്. റിയാക്ഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദിസ് പ്ലെയിൻ സർഫസ് അല്ലെങ്കിൽ ദാറ്റ് ഇൻക്ലൈൻഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം. ഇനി ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് വരുമ്പം ഈ റിയാക്ഷനും ഒക്കെ കണ്ടുപിടിക്കേണ്ട ആ ഒരു പ്രോബ്ലത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സിനെ നമ്മൾ റിസോൾവ് ചെയ്യും. ഹൊറിസോണൽ കമ്പണന്റും വെർട്ടിക്കൽ കമ്പണന്റും ഒക്കെ ആയിട്ട് റിസോൾവ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ നോക്കാം. സോ ഇതാണ് ഒരു ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നു, അതിൽ വരുന്ന സെൽഫ് വെയിറ്റും എക്സ്റ്റേണൽ ഫോഴ്സസും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നു. അതിൻ്റെ കോൺടാക്ട് സർഫസിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്യും, ജസ്റ്റ് അവിടുത്തെ ഫോഴ്സുകൾ മാത്രമായിരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുന്നത്.